ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന 12201 ഗരീബ് രഥ് എക്സ്പ്രസ്സിലെ യാത്രയിലാണ്. നമ്മൾ ഇന്നലെ ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്നും വൈകുന്നേരം പുറപ്പെട്ടതായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറാണ്. നമ്മുടെ യാത്ര ഷൊർണൂരിലേക്കാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്നും മംഗളൂരു ജംഗ്ഷൻ വരെയുള്ള കണ്ടൻസാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഫസ്റ്റ് പാർട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മളങ്ങനെ മംഗളൂരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:58. ഇപ്പോഴത്തെ അനൗൺസ്മെൻറ്റൊക്കെ തിരുവനന്തപുരം നോർത്ത് ആയി കഴിഞ്ഞു. അപ്പോൾ 7:58, 8:05 ആണ് നമ്മളിവിടുത്തെ ഒഫീഷ്യൽ അറൈവൽ ടൈം. 8:10 ഇവിടെ നിന്ന് ഡിപ്പാർച്ചർ ടൈം. നമുക്ക് കുറച്ച് സമയമുണ്ട്. ഫ്രണ്ടിൽ വെണ്ടറുണ്ട്. നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മേടിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാ വെണ്ടർമാരടുത്തും 2-3 പാക്കറ്റ് പൊറോട്ട മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതൊക്കെ വണ്ടി നിന്നപ്പോൾ തന്നെ കച്ചവടമായി പോവുകയും ചെയ്തു. അവർ പറയുന്ന ആകെ 30 പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. എന്താ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം തഥൈവ. അവിടെ ഒരു വടക്കാരനുണ്ട്. അവിടുത്തെ വടയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വടയെങ്കിലും ഉണ്ടെങ്കിൽ വട കണ്ടിട്ട് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വടയാക്കാം. അപ്പോൾ അതിന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 4 വട 50 രൂപയ്ക്ക്, ഒരു കോഫി. സമയം 8:10 പോവാം. എനിക്കൊന്ന് ഇതിൻ്റെ ജനറേറ്റർ റീഫില്ലിംഗ് വേണം. കാരണം റേക്കൊന്ന് പുറകോട്ട് ഇറക്കിയിട്ടു. ജനറേറ്റർ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാര്യം ബാക്കിലെ ജനറേറ്റർ അത് ഇന്നലെ വൈകുന്നേരം ഓടിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ മോർണിംഗ് നോക്കുമ്പോൾ ഫ്രണ്ട് ജനറേറ്ററാണ്. ബാക്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. KSR ബംഗളൂരു മുരുടേശ്വർ എക്സ്പ്രസ് ആണ് കയറി വരുന്നത്. WDP 4D40431. ഇതിന് മാംഗ്ലൂർ സെൻട്രലിൽ പോയിട്ട് റിവേഴ്സ് ചെയ്തിട്ടാണ് മുരുടേശ്വറിലേക്ക് പോവുക. ഇത് മൈസൂർ വഴി വരുന്ന ട്രെയിൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ട്രെയിൻ, അതായത് മുരുടേശ്വർ ടു SMET ബംഗളൂർ നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിൻ ഇപ്പോൾ കണ്ണൂർ എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഈ രണ്ടിനും കൂടി ഇപ്പോൾ അടുത്ത മാസം മുതൽ, മെയ് മാസം മുതൽ ഇത് കിട്ടും, LHB കോച്ച് കിട്ടും. അടിപൊളി. അവന് ആദ്യം വിട്ടു, SMET ആദ്യം വിട്ടു. SMET മുരുടേശ്വർ ആദ്യം പോയി. ഇനിയിപ്പോൾ അവൻ മാംഗ്ലൂർ സെൻട്രലിലോട്ടുള്ള ലൈൻ തിരിഞ്ഞാൽ മാത്രമേ നമുക്കിനി ക്ലിയറൻസ് കിട്ടൂ. അവന് പോയിട്ട് മാംഗ്ലൂർ സെൻട്രലിലോട്ട് തിരിയണം. അതുവരെ നമ്മളിവിടെ കിടക്കും. എന്ത് പരിപാടി അത് ഉമ്മമാരെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ 8:27 ഫൈനലി മംഗളൂരു ജംഗ്ഷനിൽ ട്രെയിൻ എടുത്തു. 8:12 വിസിലടിച്ചതായിരുന്നു. പക്ഷേ 8:12 മറ്റേ വണ്ടിയുടെ ക്ലിയറൻസ് ആയിട്ടാണ് ഇങ്ങനെ വിസിലടിച്ചത്, നമ്മുടെ കാർഡ്. ഇപ്പോൾ 8:27 നമ്മളെടുത്തു. അപ്പോൾ മറ്റേ ട്രെയിൻ ഇപ്പോൾ മാംഗ്ലൂർ സെൻട്രലിൽ പോയി കയറിയിട്ടുണ്ടാവും ഓൾറെഡി, മുരുടേശ്വർ എക്സ്പ്രസ്. 8:27 ആയിട്ടില്ല. 8:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ദേ ഭാരതിനെ കൂടെ ക്രോസ് ചെയ്തേനെ. വന്ദേ ഭാരതിനെ കാണാൻ സാധ്യത കുറവാണ്. കാര്യം 8:30 മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എടുക്കുകയുള്ളൂ. വന്ദേ ഭാരതിനെ പറഞ്ഞാൽ മഡ്ഗാവ് വന്ദേ ഭാരത്. അത് 8:30 എടുക്കുകയുള്ളൂ. അപ്പോൾ അതിനെ കാണാൻ നമുക്ക് സാധ്യത കുറവാണ്. വീണ്ടും ബാക്കിലെ ജനറേറ്റർ ഓൺ ആയിട്ടോ. ഇന്നിവിടുത്തെ വെണ്ടർമാർ പറഞ്ഞത് ഇന്നിവിടെ വെണ്ടർമാരുടെ എണ്ണം കുറവാണ്. അതായത് ഇന്നലെ പെരുന്നാളായിരുന്നുകൊണ്ട് ഒരുപാട് പേര് തിരിച്ച് നാട്ടിൽ പോയി. അവർ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ വെൻഡേഴ്സ് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഉള്ള വെൻഡേഴ്സ് 30 പാക്കറ്റ് വീതം എടുത്ത്. ഇനി തൊട്ട് മുമ്പ് ഹംസഫർ എക്സ്പ്രസ് വന്നായിരുന്നു. അപ്പോൾ ഹംസഫർ എക്സ്പ്രസ് വന്നപ്പോൾ മൊത്തം അതിൽ വിറ്റ് പോയിരുന്നു. അപ്പം നമ്മുടെ ഈ വണ്ടി വന്നപ്പോൾ ആകെ എല്ലാവരുടെയും കയ്യിൽ ഒരു 4 പാക്കറ്റ് 5 പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഓടിച്ചെല്ലുമ്പോഴേക്കും തന്നെ കാലിയായി. ഇത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനൊരു എക്സ്പീരിയൻസ്, ഭക്ഷണം കിട്ടാത്തൊരു എക്സ്പീരിയൻസ്. എന്തായാലും വട കിട്ടി, അതുകൊണ്ട് സമാധാനമുണ്ട്. രാവിലെ തന്നെ ഉഴുന്നും എണ്ണയുമാണ് അകത്താക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നമ്മൾ ഷൊർണൂർ പോയിട്ട് വല്ലതും കഴിക്കുള്ളൂ ഇനി എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കൊന്ന് എണ്ണ പലഹാരം ഒന്നും മേടിക്കാൻ തോന്നിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് മംഗളൂരു സെൻട്രൽ സ്റ്റേഷൻ. അമൃത് ഭാരത് സ്കീം അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് പ്രൊഫൈൽ കുറേയൊക്കെ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നിപ്പോൾ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവിടെയൊക്കെ ബാരിക്കേഡ് ഉണ്ടായിരുന്നു. ബാരിക്കേഡൊക്കെ മാറ്റിയവർ ഒരുവിധം വർക്കൊക്കെ ആയി എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ മറ്റേ റൂഫ് എക്സ്റ്റൻഷനുള്ള ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇവിടെ കണക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഇത് കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കുറച്ച് വാഗൺസാണ്. ഭുസാവൽ ഷെഡിൻ്റെ ഒരു വാഗ് 5, വാഗ് 1 അല്ല 2 ട്വിൻസ്.
അപ്പുറത്ത് പുറകിലോട്ട് മാറി കിടക്കുന്നതാണ് പുതിയ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ഓപ്പോസിറ്റ് ലൈനിലെ സിഗ്നൽ പച്ചയായിട്ടുണ്ട്. ഇത് വന്ദേ ഭാരതിനുള്ള സിഗ്നലാണ്. സമയം ഇപ്പോൾ 8:33 സാധ്യത കുറവാണ്. ഇത് എവിടെയാണ് വന്ദേ ഭാരത് ഒന്ന് കയറേണ്ടത്. ഈ ലൈൻ വഴിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ സാധ്യത വളരെ കുറവാണ്. കാര്യം 8:33 ആയതേ ഉള്ളൂ. അപ്പോൾ അവനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ ലൂപ്പൊക്കെ ക്ലിയർ ചെയ്ത് അവൻ പുറത്ത് വരുമ്പോൾ തന്നെ ഒരു സമയമാവും. അപ്പോൾ നമുക്കത് കാണാനുള്ള യോഗമില്ല. കാണാനിപ്പോൾ എന്തിനു യോഗമാവും? നമ്മൾ യാത്ര ചെയ്തില്ല ഇതിൽ അല്ലേ? പോയിട്ടില്ല ഇതുവരെ. ഇതാണ് നേത്രാവതി ക്യാബിൻ. ആ അകത്തുനിന്ന് വരുന്നതാണ് മംഗളൂരു സെൻട്രലിൽ നിന്ന് വരുന്ന ലൈൻസ്. മംഗളൂരു സെൻട്രലിൽ നിന്ന് വരുന്ന മെയിൻ ലൈൻസ് ആ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻ ലൈനിലൂടെ ജോയിൻ ചെയ്യാണ്. നമ്മളിപ്പോൾ നേത്രാവതി പുഴ കടക്കും. അപ്പോൾ അങ്ങനെ നേത്രാവതി പുഴ. ഇത് പഴയ നേത്രാവതി ക്യാബിനാണ്. ഇപ്പോൾ ഈ ക്യാബിൻ നിലവിലില്ല. കാര്യം പണ്ട് സിംഗിൾ ലൈൻ ആയിരുന്ന സമയത്ത് ഇവിടം വരെ ഡബിൾ ലൈൻ വന്നിട്ട് പാലം മാത്രം സിംഗിൾ ആവുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടെ ട്രെയിനുകൾ നിർത്താൻ വേണ്ടിയായിരുന്നു ആ ക്യാബിൻ. അപ്പോൾ ഈ കടന്നായിരുന്നു കർണാടകയിലത്തെ ലാസ്റ്റ് സ്റ്റേഷൻ ഉള്ളാൽ സ്റ്റേഷൻ. ഇനിയിപ്പോൾ അല്പം മുൻപിലായിട്ട് നമ്മൾ കേരളത്തിലേക്ക് കിടക്കും. ഒരു പുഴയാണ് ബോർഡർ. ആ പുഴ കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കേരളത്തിലേക്ക് കയറും. അപ്പോൾ നമ്മൾ കേരളത്തിലോട്ട് കയറി. തലപ്പാടി പുഴയായിരുന്നു. തലപ്പാടി പുഴ കടന്നു നമ്മൾ കേരളത്തിലോട്ട് കയറി. ഇനി നമ്മുടെ ഓട്ടം കേരളത്തിലാണ്. ഇടയ്ക്കൊരു ചെറിയ ദൂരം, എനിക്ക് 1-2 കിലോമീറ്റർ നമ്മൾ പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി കൂടെ ഓടും. 1 കിലോമീറ്റർ കഷ്ടിച്ചുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു മാഹിക്കടുത്ത് വെച്ച്. മാഹി സ്റ്റേഷൻ ഇരിക്കുന്ന പുതുച്ചേരി ടെറിട്ടറിയിലല്ല, മാഹി സ്റ്റേഷൻ ഇരിക്കുന്ന കോഴിക്കോട് ജില്ലയിലാണ്. നമ്മൾ ചെറിയൊരു ദൂരം മാഹി കൂടെ ഓടും. അതർവൈസ് നമ്മൾ മുഴുവൻ കേരളത്തിനകത്ത് തന്നെയാണ് നമ്മൾ ഓടുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതരം ബോർഡുകളൊക്കെ നിങ്ങൾ കന്നഡയിലാണ് കാണുക. കാര്യം ഇവിടുത്തെ ഈ ഒരു പ്രദേശത്ത് നമ്മൾ ചന്ദ്രഗിരി പുഴ കടക്കുന്നവരെ ഉള്ള പ്രദേശം, നമ്മൾ ഈ തലപ്പാടി മുതൽ ചന്ദ്രഗിരി പുഴ കടക്കുന്നത് വരെയുള്ള പ്രദേശം നല്ലോണം കന്നഡ തുളു ഇൻഫ്ലുവൻസുള്ള ഏരിയാസാണ്. അതായത് ഈ പ്രദേശത്തെ പല ആൾക്കാരും വീട്ടിൽ സംസാരിക്കുന്നത് തന്നെ തുളു അല്ലെങ്കിൽ കന്നഡയാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ ബോർഡുകൾ നമുക്ക് കന്നഡ കാണും ഉറപ്പായിട്ടും. മലയാളം മാത്രമല്ല കന്നഡ ഉണ്ടാവും. നമ്മുടെ ബസ്സുകളിലൊക്കെ തന്നെ ബോർഡുകളിൽ പലപ്പോഴും കന്നഡ ഉണ്ടാവും. അതായത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷനായ മഞ്ചേശ്വർ എന്നാണ് ഇംഗ്ലീഷിൽ പോകുന്നുണ്ടെങ്കിലും മലയാളത്തിൽ മഞ്ചേശ്വരം എന്ന് തന്നെയാണ് ബോർഡ്. മഞ്ചേശ്വരമായിരുന്നു അത്. ഇപ്പോൾ തൊട്ട് മുന്നിൽ ഒരു ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് പോയിട്ടുണ്ട്.
ആ ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് ഈ ഒരു പകൽ കൊണ്ട് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ കേരളത്തിൻ്റെ നെടുനീളം മുഴുവൻ ഓടിയെത്തുന്ന ഒരു ട്രെയിനാണ് നമ്മൾ മുന്നിൽ പോയിരിക്കുന്നത്. ഉപ്പള നദി. നമ്മൾ പോകുന്ന പാലം 1907 പണിതാണ്. ശ്രദ്ധിച്ചാൽ കാണാൻ നദിയിലെ വെള്ളം വളരെ കുറവാണ്. ലോ ടൈഡ് ഉണ്ട്, അതുകൂടാതെ സമ്മറിന് എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കടന്ന പാലം 1907 പണിത പാലമാണ്. ഓപ്പോസിറ്റ് ലൈനിലെ പാലം 1981. 1907 എന്ന് പറയുമ്പോൾ 120 വർഷം ആവാൻ പോകുന്നു അല്ലേ? 128 വർഷം ഇപ്പോൾ. ബ്രിട്ടീഷ് എഞ്ചിനീയറിങ്. ഇതാണ് ഉപ്പള സ്റ്റേഷൻ. ഉപ്പള ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്. സ്റ്റേഷൻ ബിൽഡിംഗ് അപ്പുറത്തെ സൈഡിലാണ്. മലബാറിൻ്റെ സ്വന്തം വണ്ടി മലബാർ എക്സ്പ്രസ് ആണ് പോയത്. അപ്പം നമ്മളിപ്പോൾ കാസർഗോഡോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. കുമ്പള എത്താറായിട്ടുണ്ട്. കാസർഗോഡ് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും മറ്റേ ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്യണം. ഇവിടെയൊക്കെ ട്രാക്ക് സൈഡ് വീതി കൂട്ടി ചെയ്തെടുക്കുന്നുണ്ട്. ട്രാക്ക് ബെഡ് സ്റ്റെബിലൈസേഷന് വേണ്ടിയാണത്. മണ്ണിട്ട് സ്ലോപ്പ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എക്സ്ട്രാ സ്പേസ് ഇട്ട്. അത് ആക്ച്വലി ട്രാക്ക് ബെഡ് സ്റ്റെബിലൈസേഷന് വേണ്ടിയാണ്. ഇത് 130 kmph വർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്. സ്ലോപ്സ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. കാര്യം ഇത് ചെയ്യാണ്ട് നമുക്ക് 130 kmph ഒക്കെ ട്രാക്കിനെ ഫിറ്റാക്കാൻ പറ്റില്ല. 130 kmph വർക്ക് നടക്കുന്നുണ്ട്. പഴയ ബ്രിഡ്ജ് പറഞ്ഞുള്ളത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ സിഗ്നലിംഗ് സിസ്റ്റത്തിൻ്റെ അപ്ഗ്രേഡേഷനോട് കഴിഞ്ഞിട്ടില്ല, അതും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കാസർഗോഡേക്ക് എത്തുകയാണ്. കാസർഗോഡ് സ്റ്റേഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഇറങ്ങാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിലോട്ട് നിന്നേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ കാസർഗോഡേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്ന ഓർമ്മയുണ്ട്. നമ്മൾ വന്ദേ ഭാരത് എഞ്ചിൻ സ്റ്റോക്ക് ചെയ്ത ബോർഡൊക്കെ ഞാൻ കാണിച്ചായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോൾ. നമ്മളങ്ങനെ കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി. വണ്ടി എടുക്കുകയെന്ന് തോന്നുന്നു. ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞു. കാസർഗോഡ് ഇവിടെ എന്തൊരു ബിൽഡിംഗ് കിട്ടുന്നുണ്ടല്ലോ. ലാസ്റ്റ് ഞാൻ ഇവിടെ ബാരിക്കേഡ് ചെയ്തിരിക്കുകയായിരുന്നു തോന്നുന്നു. എനിക്ക് ബിൽഡിംഗ് കണ്ടായിട്ട് ഓർമ്മയില്ല ലാസ്റ്റ് ടൈം. അതിന് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇത്രയും പൊങ്ങി വരില്ല. എന്തായാലും ഇവിടെ ബാരിക്കേഡ് ചെയ്തിരിക്കുകയായിരുന്നു ലാസ്റ്റ് ടൈം. നമ്മളെന്തായാലും പുറപ്പെടാൻ ഗാർഡ് വിസിലടിച്ചു. കൊടിയും വീശി. ടി കയറുന്നില്ലേ? കാസർഗോട്ടെ പിള്ളേർ RPF-കാരനൊരു മെഡൽ കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൊടുത്തത് നല്ലതാണ്, അത്യാവശ്യമാണ്. കാസർഗോട്ടെ പിള്ളേർക്ക് അത് അത്യാവശ്യമാണ്. ഇതാണ് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വന്ദേ ഭാരതിൻ്റെ വീഡിയോയിൽ ആ വീഡിയോ റിട്ടേൺ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടെയുള്ള രണ്ട് സൈഡിങ്സ്. ഒന്ന് അങ്ങേയറ്റത്തുള്ളത് പുതിയ സൈഡിങ്ങാണ്, ഇപ്പുറത്തെ ഒരു സൈഡിങ് കൂടി ഉണ്ട്. ആ പുതിയ സൈഡിങ് എന്തിനാണല്ല, അതിൻ്റെ സൈഡിൽ തറയൊക്കെ കിട്ടുന്നുണ്ട്. പിറ്റ് ലൈനാണോ? പിറ്റ് ലൈനൊന്നും വരില്ല. ഇത്ര ചെറിയ പിറ്റ് ലൈൻ എന്തായാലും പണിയില്ല. അതിൻ്റെ രണ്ട് സൈഡിൽ എന്തായാലും കോൺക്രീറ്റ് ഇട്ട് ബേസ് കുറപ്പിക്കുന്നുണ്ട്. ഇതെന്തൊരു പുതിയ ഓഫീസാണ്. നമ്മൾ കാസർഗോഡ് നിന്ന് വിട്ടേക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. കണ്ണൂർ വരെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല.
കോച്ച്, അതായത് നമ്മുടെ കോച്ച്. ഞാനിപ്പോൾ G1 നിൽക്കുന്നത്. G2 കണ്ടൻസർ വെള്ളം വല്ലാണ്ട് വരുന്നുണ്ട്. ഇതാണ് ബേക്കൽ ഫോർട്ട്, ബേക്കൽ ബീച്ചിൻ്റെ ഏരിയ. ബേക്കൽ ഫോർട്ട് അപ്പുറത്തോട്ട് മാറാണ്, നമുക്ക് ട്രെയിനിൽ കാണാൻ പറ്റില്ല. പോയതായിരുന്നു കണ്ണൂർ മാംഗ്ലൂർ പാസഞ്ചർ. കാഞ്ഞങ്ങാട് സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. ഇവിടെ ക്രൗഡ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന 16347 വേണ്ടിയാണ്, തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസിന് വേണ്ടി. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആണ് പോയത്. ഇതേ റേക്കാണ് പിന്നെ മത്സ്യഗന്ധ എക്സ്പ്രസ് ആവുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ചെറുവത്തൂരെത്തുന്നു. മറ്റേ 6511 ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് അവിടെ കിടക്കുന്നുണ്ടെന്നാണ് വേരസ്മൈ ട്രെയിൻ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. SMVT ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ്. അരക്കോണത്തിന് 22696 ആയിരുന്നു ലോക്കോ. കവായി നദി കടന്നതോടുകൂടി നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. പയ്യന്നൂർ സ്റ്റേഷനായിരുന്നു. ഇവിടെ ഇപ്പോൾ 12601 ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ മെയിൽ വരാനുണ്ട്. അതിനുള്ള തിരക്കാണ് കാണുന്നത്. ഞാൻ ഏഴിമല കാണിച്ചില്ല എന്ന് പറയുന്നതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഏഴിമല. ഏഴിമലേൻ്റെ അപ്പുറത്തെ സൈഡിൽ നേവിയുടെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. നേവിയുടെ എന്താ പറയുക, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റോ ഉണ്ട്. സ്ട്രെച്ച് ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ കുറേ ഫിഷ് ഫാമിംഗ് എന്ന് തോന്നുന്നത്, ഫാംസ് കാണാൻ പറ്റും നമുക്ക്.
അപ്പോൾ അതായിരുന്നു ചെന്നൈ മാംഗ്ലൂർ മെയിൽ. ചെമ്പല്ലിക്കുണ്ടുപുഴ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വളപട്ടണം പുഴ കടക്കാൻ പോകുന്നു. വളപട്ടണം പുഴയ്ക്ക് അങ്ങേക്കരയ്ക്ക് ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് പതുക്കെ കടക്കുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ ഏർനാട് എക്സ്പ്രസ് ഉണ്ട്, ആ കോപ്പ് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വളപട്ടണം പുഴ. ജസ്റ്റ് വളപട്ടണം സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഞാൻ പറഞ്ഞ പോലെ ഏർനാട് എക്സ്പ്രസ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഏർനാട് എക്സ്പ്രസ് കണ്ണൂർ സ്റ്റേഷനിൽ നിർത്തി ഡിപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ സ്റ്റേഷനിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അവർക്ക്. ഏർനാട് എക്സ്പ്രസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യണം ആസ് പെർ സ്കെഡ്യൂള്. കാര്യം ഏർനാട് എക്സ്പ്രസ് ഷൊർണൂർ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഷൊർണൂർ എത്തും. സിഗ്നൽ ഉണ്ടെന്ന് തോന്നുന്നു, കാര്യം പച്ചക്കൊടിയായിട്ട് ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. സിഗ്നൽ ഇല്ലെങ്കിൽ അവർ പച്ചക്കൊടിയായിട്ട് നിൽക്കില്ല. പിന്നെന്താ പച്ചക്കൊടി കാണിച്ച് നമ്മൾ നിൽക്കുകയാണല്ലോ. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച ഏതോ ഒരു ട്രെയിൻ കയറി വരും കേട്ടോ. ഫ്ലൈറ്റ് ആയിരിക്കും മിക്കവാറും. ഫ്ലൈറ്റ് ഒന്നുമല്ല, 4 WDG പോകും. അപ്പം നമ്മളങ്ങനെ കണ്ണൂരിലേക്ക് എത്തി. സമയം 10:13, ഒരല്പം ലേറ്റാണ് നമ്മൾ. അവിടെ ഒരു കടയുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം മേടിക്കണമായിരുന്നു. എൻ്റെ ബോട്ടിൽ കാലിയായി. വെള്ളം മേടിക്കും. അടുത്ത വണ്ടി എത്തി, എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്. ജാസിയുടെ വാഗ് 7 ആണ്. 24663 ആണ് ലോക്കോ. ഇതാണ് നമ്മുടെ വണ്ടി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് വേണേൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിക്കാം. നമുക്കിന്നിപ്പോൾ ഒന്നും വേണ്ട. അപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന സ്റ്റേഷനിൽ എടുത്തില്ല, കാരണം ചാർജ് കുറവാണ്ട് ചാർജിങ് കിട്ടില്ല. കുറച്ച് പ്രാവശ്യം നമുക്കിത് മിസ്സാവുന്നുണ്ട്. അങ്ങേ അറ്റത്ത് കാണുന്നത് ധർമ്മടത്തെ പഴയ പാലമാണ്. അത് ഡീകമ്മീഷൻ ചെയ്ത് പകരം പണിത പുതിയ പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തത്. ആണ് ധർമ്മടം സ്റ്റേഷൻ. കോയമ്പത്തൂർ ജംഗ്ഷൻ മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് പോയത്. ഈ ട്രെയിൻ ഞാനൊരു N20 ട്രിപ്പ് 1-2 പ്രാവശ്യം പ്ലാൻ ചെയ്തു, 1-2 പ്രാവശ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ എല്ലാ പ്രാവശ്യവും നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. N20 ജസ്റ്റ് ഒരു റൈഡ്. നമുക്ക്
എന്താ മലബാറിലെ റോക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു ട്രെയിനാണത്. മലബാർ ഗതിമാൻ എന്നാണ് പലരും വിളിക്കുന്നതിന്. ഇവിടെയും ഈ പറഞ്ഞ പുതിയ പാലം വരുന്നുണ്ട്. ഈ നടുക്കലത്തെ പാലത്തിനെ ഡീകമ്മീഷൻ ചെയ്ത് പുതിയ പാലത്തിലേക്ക് മാറ്റും. ധർമ്മടം പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണിത്. എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. നമ്മളങ്ങനെ വടകരയിലേക്ക് എത്തുകയാണ്. നമുക്ക് ഇവിടെ ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാര്യം മുന്നിലുള്ള ഏറനാട് എക്സ്പ്രസ് ജസ്റ്റ് ഒരു ബ്ലോക്ക് മുന്നിൽ എത്തിയിട്ടുള്ളൂ. അതിന് പയ്യോളിയിലൊക്കെ സ്റ്റോപ്പുണ്ട്. ഇത് സ്റ്റോപ്പൊക്കെ തീർത്തത് എന്താ പറയുക, അവൻ കൊയിലാണ്ടിയും സ്റ്റോപ്പുണ്ട്. നമുക്കാണെങ്കിൽ അടുത്ത കോഴിക്കോട് സ്റ്റോപ്പുള്ളൂ. അതിന് സത്യം പറഞ്ഞാൽ കണ്ണൂർ വല്ലതും സൈഡാക്കി നമ്മളെ കയറ്റി വിടായിരുന്നു. ഈ റോഡിൻ്റെ 22626 ആണ്. അത് തൃശ്ശൂർ കണ്ണൂർ പാസഞ്ചറാണത്. പാസഞ്ചറല്ല, എക്സ്പ്രസ് ആണ്. ഇപ്പം തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസിൻ്റെ ലോക്കമാണത്. ഇതൊരു ഷൊർണൂർ കോച്ചിങ് ഡിപ്പോ ബേസ്ഡ് റേക്കാണിത്. അതുകൊണ്ട് നമ്പർ 16609 തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്. രാത്രിയിലെ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചറാണ്. രാവിലത്തെ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. ഈ റേക്കിന് കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ കണ്ണൂർ ഷൊർണൂർ പാസഞ്ചറാവും. അപ്പം അങ്ങനെ വടകരയിൽ നിന്ന് നമ്മൾ വിട്ടു. ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടെടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ നിർത്തേണ്ടി വന്നു. ആ ഏറനാടിനെ നമ്മൾ നേരത്തെ ഒന്ന് ഓവർടേക്ക് ഇട്ടാൽ മതിയായിരുന്നു അവർക്ക്. നമ്മൾ എവിടെ മൂലം അതിന് പുറകെ വരികയാണ് ഇപ്പോൾ. അൺസ്കെഡ്യൂൾഡ് ഹോൾട്ടലിൽ പെരുമഴയാണ്. ഏറനാട് എക്സ്പ്രസ് ഇപ്പോൾ കൊയിലാണ്ടി വിട്ട് ചേമഞ്ചേരി പാസ് ചെയ്തിട്ടുള്ളൂ. അതിന് അതിൻ്റെ അടുത്ത സ്റ്റോപ്പായ എടക്കോട് പാസ് ചെയ്യാണ്ട് നമുക്ക് ഇവിടെ ക്ലിയറൻസ് കിട്ടില്ല. നല്ല അടിപൊളി കൺട്രോളിങ്. ഇതാണ് കൊയിലാണ്ടി സ്റ്റേഷൻ. കുറേ പേര് ഇവിടെ തന്നെ ഇറങ്ങുന്നുണ്ട്. നന്നായി. കോഴിക്കോടൊക്കെ പോകേണ്ടവർക്ക് ഇത് സൗകര്യമാണ്. മീൻസ് കോഴിക്കോട്ടേക്ക് പോകുന്നതല്ല, ഈ ഭാഗത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ. നമ്മുടെ വണ്ടി 22 കോച്ചുള്ള ട്രെയിനാണ്, പച്ച സിഗ്നലായി. ഇവിടെ 23 എന്ന് പറഞ്ഞ ബോർഡിനടുത്താണ് നമ്മുടെ 20ാമത്തെ കോച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസം, ഇത്രയും ലെങ്ത്തേ ഉള്ളൂ പ്ലാറ്റ്ഫോം. കാർ ട്രെയിൻ എന്ത് പെട്ടെന്ന് പോയെന്ന് കണ്ടില്ലേ. 2 വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏലത്തൂർ ഏകദേശം എത്താറുണ്ട്. ചേമഞ്ചേരി എത്താറായിട്ടുണ്ട്. അത്രയാണ് നമ്മുടെ സ്റ്റോപ്പിന്. കോഴിക്കോടാണ്. കോഴിക്കോട് വരെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. കോഴിക്കോട് സ്റ്റേഷനിലേക്ക് കയറുന്നു. കോഴിക്കോട് സ്റ്റേഷൻ ഔട്ടറിൽ കുറച്ച് നേരം നിന്നായിരുന്നു. ഒരു 3-4 മിനിറ്റ് നിന്നായിരുന്നു. ജസ്റ്റ് ഉള്ളിലോട്ട് കയറുന്നു. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ഒരു JCB ട്രാക്കിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അവിടെ എന്തോ ചെയ്യുന്നത്. സ്ലീപ്പേഴ്സ് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുവാണെന്ന് തോന്നുന്നു.
അത് പോയിൻറ്റ്സിനുള്ള സ്ലീപ്പേഴ്സാണ്. വയൽ നമ്മുടെ ട്രെയിൻ തലത കോഴിക്കോട് സ്റ്റേഷനകത്തേക്ക് കയറി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ജസ്റ്റ് കോഴിക്കോട് സ്റ്റേഷനുള്ളിലേക്ക് വരുന്നു. ഇപ്പുറത്തെ ഒരു വാബ് 4 അരക്കോണത്തിന് വാബ് 4 22693. അത് ഇന്ന് രാവിലെ എത്തിയ മാംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസ് 16610 കൊണ്ടുവന്ന റോപ്പായിരിക്കും. അതിനിപ്പോൾ കുറച്ച് ഇത് ഉച്ച കഴിയുമ്പോൾ ഇവിടുന്ന് അത് കണ്ണൂർ പാസഞ്ചറായിട്ട് പോകും. ഇവിടെ ട്വിൻ WDG4 പൊന്മലയുടെ കിടക്കുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ട്വിന്നാണല്ലോ WDG4. പൊന്മല ഷെഡിനെയാണ് രണ്ടും. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് എത്തി. എന്തെങ്കിലും സ്നാക്സ് മേടിച്ചേക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തീരെ ശരിയായില്ലല്ലോ. എന്തെങ്കിലും സ്നാക്സ് മേടിച്ചിട്ട് വണ്ടിയിലേക്ക് തിരിച്ച് കയറാം. ഇലയുടെയൊക്കെ ഉണ്ട് ഇവിടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാവാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ഇലയുടെ മേടിച്ചു. ഇലയുടെ ഒരു പരിപ്പുടം മേടിച്ചു. ഇതാണ് കോഴിക്കോട് സ്റ്റേഷൻ. ഞാൻ തിരിച്ച് സീറ്റിലോട്ട് പോവുകയാണ്. നല്ല ചൂടുണ്ട് പുറത്ത്. നമുക്കിനി കുറച്ച് ക്രോസിങ്സ് ഉണ്ട്. അപ്പോൾ അതിന് ക്യാമറ ഒന്നും കൂടി ഫുള്ള് ചാർജ് ചെയ്യണം. ಕೈ ಚಲ ಇರುತ್ತೆ ಸರಿ സ്റ്റേഷനിൽ മേടിച്ചാലിടാം. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് ഇടാം. ഇലയുടെ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊരു ഒരെണ്ണം കൂടി മേടിക്കാമെന്ന് പിന്നെ തോന്നി. ഇനി ഇലയുടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ബാക്കപ്പായിട്ട് ഒരു പരിപ്പടം മേടിച്ചത്. പരിപ്പടം സൂപ്പറായിരുന്നു, ഇലയുടെയും സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ ഇവിടം കഴിഞ്ഞു. നമ്മുടെ കല്ലായി കഴിഞ്ഞു. ഫറൂഖിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഫറൂഖ് എത്തുന്നു. ഫറൂഖ് പാലം പാസ് ചെയ്യുന്നു ഇപ്പം. ടു 902 അരക്കോണം. ഇതിനാണ് നമുക്ക് ഇത്രയും നേരം പണി വന്നത്. ഏറനാട് എക്സ്പ്രസ് ആയിരുന്നു. അത് ട്വിൻ കാസിപ്പായിട്ട് വാഗണൈൻസ് ഉണ്ടായിരുന്നു. ഏറനാട് എക്സ്പ്രസ് നമ്മൾ ഫൈനലി ഓവർടേക്ക് ചെയ്തു. കടലുണ്ടി സ്റ്റേഷനാണ്. എല്ലാ സ്റ്റേഷനിലും മറ്റേ ഡ്രിങ്കിങ് വാട്ടർ ഹൈഡ്രൻസ് പുതിയത് വന്നിട്ടുണ്ട്. മംഗലാപുരത്തുകൾ ഏറനാട് എക്സ്പ്രസ് ആണ് 16606.
തോണിക്കുന്ന് ഹോൾട്ട് സ്റ്റേഷനാണ്. ഏറനാടിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ഇതിന് അധികം താമസിച്ചത് LHB കോച്ച് കിട്ടുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ്. ആദ്യം താമസിച്ചത് LHB കോച്ചുകൾ വന്നു തുടങ്ങി ഈ ട്രെയിനുള്ളത്. ഈ ട്രെയിനിന് LHB കോച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോഴിക്കോട് ട്രിവാൻഡ്രം end-to-end ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യണം. നമ്മളിതിനകത്ത് ഈ ട്രെയിൻ ഒരു പ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രം ടു തൃശ്ശൂർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം തൃശ്ശൂരാണോ ട്രിവാൻഡ്രം ടു ഷൊർണൂരാണോ എനിക്ക് ഓർമ്മയില്ല. തിരൂർ നദിയാണ് ഇപ്പോൾ കടന്നത്. അവിടെ പുതിയ ഗേർഡേഴ്സ് കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം താമസിച്ച ഒരു ട്രെയിൻ ലോക്കർ തരം ഗേർഡേഴ്സ് റീപ്ലേസ് ചെയ്യും. നമ്മളങ്ങനെ തിരൂർ സ്റ്റേഷനിലേക്ക് കയറാണ്. തിരൂരെത്തി നമ്മുടെ ബാക്കിൽ ലഗേജ് ഇറങ്ങുന്നുണ്ട് ഇഷ്ടം പോലെ. പാർസൽ ഇറങ്ങി തീരുന്ന വരെ നമ്മൾ കിടക്കുമായിരിക്കും. 16323 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് ഉടനെ വരുന്ന അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ തൊട്ടുപുറകെ ഏറനാട് എക്സ്പ്രസ് വരുന്നുണ്ട്. അതിനൊക്കെയുള്ള നല്ല തിരക്കോടെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതാണ് വണ്ടി എന്ന് ഇങ്ങോട്ട് ഓടി വന്നു. TT ഭാഗത്ത് നിന്ന് ഇതല്ല വണ്ടി, ഇതിന് ജനറൽ ഇല്ല എന്നുള്ള ആൾക്കാരെ മാറ്റി വിട്ടു. 12:28 തിരൂരിൽ നിന്ന് പുറപ്പെട്ടു. ഓപ്പോസിറ്റ് ലൈനിൽ 16323 വരാനുണ്ട്. തിരൂരും അമൃത് ഭാരത് അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരൂർ ആക്ച്വലി മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സ്റ്റേഷനാണ്. അമൃത് ഭാരത് അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ. ഇനി ഒരുപാട് വലുതാവുന്നുണ്ട് ഈ സ്റ്റേഷൻ. ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട്. നമ്മൾ വേഗം ഇറങ്ങിയാൽ നമുക്കതിനെ കാണാൻ പറ്റും. വരുന്നു 16323 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ്. ഈ റോഡിൻ്റെ വാപ്പോൺ 22053 ആയിരുന്നു ലോഗോ. ഇത് ആക്ച്വലി പഴയ ഫാസ്റ്റ് പാസഞ്ചറാണ്. പണ്ട് കോയമ്പത്തൂർ മാംഗ്ലൂർ ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു ഈ വണ്ടി. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ പെർമനൻ്റ് എക്സ്പ്രസ് ആയതാണ്. അതിനൊരു റിസർവേഷൻ കോച്ച് കൊടുക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ പ്രായമുള്ള യാത്രക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. പ്രായമുള്ള യാത്രക്കാർ, കുട്ടികളായിട്ട് പോകുന്ന ഫാമിലീസ്, ഒറ്റയ്ക്ക് പോകുന്ന മദേഴ്സ്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് റിസർവേഷൻ കോച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഉപകാരമായിരിക്കും യാത്രക്കാർക്ക്. തിരുനാവായ എത്തുന്നതിൻ്റെ ഇൻഡിക്കേഷനാണിത്. തിരുനാവായ എത്തുന്നതിന് മുമ്പായിട്ട് ഈ താമരക്കുളം നമുക്ക് കാണാൻ പറ്റും. താമര കൃഷി.
കുറ്റിപ്പുറം സ്റ്റേഷൻ കഴിഞ്ഞു. 1:30 സമയം. 2 മണിയാണ് നമ്മുടെ ഇവിടെയുള്ള സമയം, ഷൊർണൂരിൽ എത്തേണ്ട സമയം. ഭാരതപ്പുഴയാണ് തൊട്ടരികെ കാണുന്നത്. പന്ത്രണ്ട് 40. 1 മണിക്ക് ഷൊർണൂർ എത്തണമെന്നുണ്ടെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് ഷൊർണൂർ ഓടിയതാണ്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഷൊർണൂർ എത്തുമ്പോൾ എന്തായാലും ഒരു ഡിലേ ഉറപ്പാണ്. തൂതപ്പുഴയാണ്. തൂതപ്പുഴ ഭാരതപ്പുഴയിലേക്ക് ചേരുന്ന സ്ഥലമാണിത്. ഈ തൂതപ്പുഴ നമ്മളിന്ന് വീണ്ടും ക്രോസ് ചെയ്യും. നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക്. വൺ 16159 താമ്പരം മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ആണ് പോയത്. ചെന്നൈ എഗ്മോർ ആയിരുന്നു. അതിപ്പോൾ ടെമ്പററി താമ്പരമാക്കിയതാണ്. ഇപ്പോൾ കുറേയുടെ താമ്പരം തന്നെയാണത്. അതിന് പെർമനൻ്റ്ലി താമ്പരമാകും തോന്നുന്നു പോക്ക് വേണ്ടിയിട്ട്. കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്താ പ്രശ്നത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് വെളുപ്പിന് 2 മണിക്ക് അങ്ങോട്ട് താമ്പരത്തെത്തും. യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ യാത്രയിലെ ക്രോസിങ്ങുകളൊക്കെ എൻ്റെ അറിവിൽ തീർന്നു. നമുക്കിനി ക്രോസിങ്സ് ഒന്നും പിടിക്കാനില്ല. നമ്മളിനി അധികം താമസിയാതെ ഇവിടെ എത്തും, ഷൊർണൂരെത്തും. ഇത് ഏതോ ഒരു സ്റ്റേഷനായിരുന്നു, പൊളിച്ചുളഞ്ഞു. അതിനുശേഷം എന്താ പറയുക, ഡീകമ്മീഷൻ ചെയ്തു വരും. ആ കാണുന്ന ഭാരതപ്പുഴ തന്നെയാണ്. ഭാരതപ്പുഴയുടെ തീരത്തുകൂടെ തന്നെയാണ് നമ്മൾ ഫുൾ ഡിസ്റ്റൻസ് ഓടുന്നത്. അപ്പോൾ നമ്മൾ ഷൊർണൂരിലേക്ക് കയറാൻ പോയി. അങ്ങാടിപ്പുറത്തു നിന്നുള്ള നിലമ്പൂരിൽ നിന്നുള്ള ലൈൻ വന്നു കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിലാണ് നിലമ്പൂരിൽ നിന്നുള്ള ലൈൻ. ഷൊർണൂരിലേക്ക് 2 കിലോമീറ്റർ കൂടി ഉണ്ട്. നമ്മുടെ പവർ സിഗ്നൽ ഡബിൾ ആമ്പറാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോം സിഗ്നൽ മഞ്ഞയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നതെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. 7 ആയിരിക്കും. 99.9% ഈ വണ്ടി അവർ 7-ലാണ് എടുക്കാറ്. നമ്മളങ്ങനെ ഷൊർണൂരിലേക്ക് കയറുന്നു. ആ കാണുന്ന സിഗ്നൽ ഷൊർണൂർ ഹോം സിഗ്നലാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റൂട്ട് 7 അല്ലെങ്കിൽ പിന്നെ 5 എടുക്കാറുള്ളൂ ഈ വണ്ടി. അതൊക്കെയാണ് ലോങ് പ്ലാറ്റ്ഫോംസ് ഉള്ളത്. ഈ സാധനത്തിന് കയറണമെന്നുണ്ടെങ്കിൽ ലോങ് പ്ലാറ്റ്ഫോം വേണമല്ലോ. 5-ലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. 5-ലേക്കാണെന്ന് തോന്നുന്നു. മിക്കവാറും 5-ആണ്. 7 എന്തായാലും. 7 നോട്ട് 7. ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം 3-ൽ ഏതോ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. 3 അല്ലല്ലോ, പ്ലാറ്റ്ഫോം 4-ൽ. സോറി, പ്ലാറ്റ്ഫോം 4-ൽ ഏതോ ഒരു ട്രെയിൻ കിടക്കണം. അതിന് AC കോച്ചൊക്കെ ഉണ്ട്. 16160 സാധ്യത.
പ്രതീക്ഷിച്ച പോലെ തന്നെ പ്ലാറ്റ്ഫോം 5ലേക്കാണ് കയറിയിരിക്കുന്നത്. ഞാനത് നേരത്തെ റൂട്ടിങ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അത് 7 അല്ല എന്നുള്ളത്, 5ലേക്കാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ കിടക്കുന്ന മിക്കവാറും നമ്മുടെ അടുത്ത വണ്ടിയായിരിക്കും, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് പ്രവേശിക്കുകയാണ്. 5 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അവർ. പ്ലാറ്റ്ഫോം നമ്പർ 5 എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആ കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താമ്പരം വണ്ടിയാണ്, മാംഗ്ലൂർ താമ്പരം എക്സ്പ്രസ്. അങ്ങനെ ഇവിടെ ഓവർടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓവർടേക്ക് അല്ല, രണ്ട് റൂട്ടില്ല. പിന്നെ ഓവർടേക്ക് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, രണ്ട് റൂട്ട് വഴി പോകുന്ന വണ്ടിയല്ല. വാടക G2 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ. അപ്പോൾ 1:03 നമ്മൾ ഷൊർണൂരെത്തി എന്ന് പറയാം. 1:03 എന്ന് പറയുമ്പോൾ 3 മിനിറ്റ് ലേറ്റാണ് ട്രെയിന്. 3 മിനിറ്റ് ലേറ്റായിട്ട് ഷൊർണൂർ ജംഗ്ഷനിലെത്തി. നമുക്കൊന്ന് സ്റ്റേഷന് പുറത്ത് പോയി നമുക്ക് ഫുഡും എല്ലാം കഴിക്കാം, ലഞ്ചും എല്ലാം കഴിക്കാം. കാര്യം അടുത്ത ട്രെയിൻ പിടിച്ച് അങ്ങാടിപ്പുറത്ത് എത്തുമ്പോഴേക്കും സമയം 3 കളർ AC 3 ടയർ കോച്ചുണ്ടോ, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കോച്ചാണത്, സുറേറ്റ് 1508. ഇതൊക്കെ ഇനി അടുത്ത POH ആകുമ്പോൾ മഞ്ഞടിക്കും മാര്. ഈ ട്രെയിൻ ഒരു യാത്ര എനിക്ക് ആഗ്രഹമുണ്ട്, മാംഗ്ലൂർ ടു താമ്പരം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഈ വണ്ടി എടുക്കുന്നതായിരിക്കും. പുറത്തേക്ക് പോകുന്ന വഴി കണ്ടതാണ് വാപ്പ് 1 22015. മിക്കവാറും ഇതായിരിക്കും നമ്മുടെ നിലമ്പൂർ വണ്ടിക്കുള്ള പവർ. ഈ കിടക്കുന്ന റേക്ക് ആയിരിക്കണം നിലമ്പൂർ വണ്ടി. ബോർഡ് കണ്ടിട്ട് അതുപോലെ ഉണ്ട്. നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് അതിൽ ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിലെത്തി, ലഞ്ച് കഴിച്ച് ജസ്റ്റ് തിരിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഞാൻ കഴിഞ്ഞ ഇതിലൊരു ബസ് ഷെൽട്ടറിനെ പറ്റി പറഞ്ഞായിരുന്നു. ബസ് ഷെൽട്ടർ പണിതിട്ടില്ലല്ലോ. ഇവിടെ ആക്ച്വലി ബസ് ഷെൽട്ടർ ഈ സൈഡിൽ പണിതുണ്ട്. ഈ ഓട്ടോസ് കിടക്കുന്നതാണ് ബസ് ഷെൽട്ടർ. ഈ കിടക്കുന്ന സ്ഥലം ഓട്ടോ വണ്ടികളൊക്കെ കിടക്കുന്നതാണ് ശരിക്കുള്ള ബസ് ബേ. ബസ് ബേ ഈ വണ്ടികളൊക്കെ എന്താ പറയുക കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബസ് ഷെൽട്ടറിൻ്റെ പണി നടക്കുന്നുണ്ട്. ബാക്കി കാണുന്നതാണ് ഷൊർണൂർ സ്റ്റേഷൻ്റെ ഇന്നത്തെ അപ്ഡേറ്റ്. ഇന്നത്തെ ഷൊർണൂർ സ്റ്റേഷനിൽ റെയിൽവേസിന് നേരിട്ടുള്ള പേ പാർക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൽ പക്ഷേ ഷെൽട്ടറില്ല കേട്ടോ, ഓപ്പണാണ്. 2 വീലേഴ്സ് ഷെൽട്ടറുണ്ട്, 4 വീലറൊന്നുമില്ല. ഇതാണ് ഷൊർണൂർ സ്റ്റേഷൻ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെ പെയിൻറ്റിങ് വർക്ക് നടക്കുന്നുണ്ട്. അവിടെ സമയം ഇപ്പോൾ 1:40 ആവുന്നേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോം 2-ൽ കിടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കയറി സീറ്റ് പിടിച്ചു തുടങ്ങി. നമുക്കും അകത്ത് കയറി സീറ്റ് പിടിക്കാം. ചൂടത്തിനകത്ത് ഇരിക്കാമെന്നാണ് ഇത്തിരി പാടാ, പക്ഷേ കയറി സീറ്റ് പിടിച്ചേക്കാം. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം 2-ലേക്ക് പോകാം. അതിന് മുമ്പ് ടിക്കറ്റ് മേടിക്കണം. ടിക്കറ്റ് മേടിച്ചിട്ട് വേണം പ്ലാറ്റ്ഫോം 2-ലേക്ക് പോകാം. നമുക്ക് കൗണ്ടറിൽ നിന്നൊരു ടിക്കറ്റ് മേടിക്കാം ഫോർ എ ചേഞ്ച്. ഇതാണ് ഷൊർണൂരിലെ ടിക്കറ്റ് കൗണ്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കാം. AC ഒക്കെ ചെയ്യേണ്ട, ഫുൾ കോട്ടൊക്കെ ഇട്ട് ഇരിക്കുന്നവർ. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിന് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിൽ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെയും ഇത് തന്നെ സാധനം. എന്തായാലും UPI ഡൗൺ ആണ്. സന്തോഷ വാർത്ത. UPI ഡൗൺ ആയതുകൊണ്ട് ക്യാഷ് പേയ്മെൻറ്റ് വഴിയാണ് ടിക്കറ്റ് എടുത്തത്. നമുക്കന്ന് നമ്മുടെ ട്രെയിനിലേക്ക് കയറാം. പ്ലാറ്റ്ഫോം 2-ലുണ്ട്. നല്ല ലഗേജിലുണ്ട്. ചാടി കയറിയൊന്നും പോകാൻ വയ്യ. നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് വഴി തന്നെ പോകേണ്ടി വരും. ഷൊർണൂരിലെ പഴയ ടിക്കറ്റിംഗ് കൗണ്ടർ ഉണ്ടായിരുന്നത് ഇപ്പോൾ വെയിറ്റിംഗ് റൂമായി. അതിന് തൊട്ടടുത്തായിട്ട് പുതിയ ക്ലോക്ക് റൂം വന്നിട്ടുണ്ട്. ഈ ക്ലോക്ക് റൂം മറ്റേത് ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-ന്റെ മറ്റേ അറ്റത്തായിരുന്നു, പാലക്കാട് എൻഡിലായിരുന്നു. അതൊരു കുഞ്ഞ് തട്ടിക്കൂട്ട് സാധനമായിരുന്നു. മാറ്റിയിട്ട് പ്രോപ്പർ ക്ലോക്ക് റൂം വന്നിട്ടുണ്ട് ഇവിടെ. വാപ്പ് 42292. ആളെ പരിചയമുണ്ടോ? ഏറനാട് എക്സ്പ്രസ് തന്നെ. നമ്മൾ ഓവർടേക്ക് ചെയ്തില്ലായിരുന്നു ഫെറൂഖിൽ വെച്ച്. ആ ഏറനാടാണ്. അതിപ്പോൾ ഏകദേശം കുറച്ച് അരമണിക്കൂറായിട്ട് ഇവിടെ ഷൊർണൂർ കിടക്കുന്നുണ്ട്. പിന്നെ ഏറനാടിന് പ്ലാറ്റ്ഫോം നമ്പർ 6-ലെടുത്തിരിക്കുന്നത്. ഇന്ന് വേണാട് പ്ലാറ്റ്ഫോം 7-ലാണ് നടക്കുന്നത്. വേണാട് സാധാരണ പ്ലാറ്റ്ഫോം 6-ലാണ് ഉണ്ടാവാറ്. ഇന്ന് വേണാടിനെ 7-ലേക്ക് വിട്ടിട്ട് ഏറനാടിന് 6-ലാണ് എടുത്തിരിക്കുന്നത്. നമ്മളതുകൊണ്ടാണ് 5-ൽ വന്നത്. പരശുരാം എക്സ്പ്രസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. പരശുരാം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5-ലേക്ക് എത്തും. അത് ഓൾറെഡി B ക്യാബിൻ കടന്നു കഴിഞ്ഞു. പരശുരാം എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. വാപ്പ് 422889 ആണല്ലോ കാരക്കോണത്തിന് തന്നെ. പരശുരാമിന് കറക്റ്റ് ടൈമിനാണ് എന്ന് പറയുമ്പോൾ ഷൊർണൂർ കോഴിക്കോടാകുമ്പോൾ കുറച്ച് നേരം കിടക്കും. അങ്ങനെ പരശുരാം എക്സ്പ്രസ് പുറപ്പെട്ടു പോയി. അപ്പുറത്ത് വേണാട് കിടക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം 7-ൽ. അത് 2:30-ക്ക് പോകും. മീൻവൈൽ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3-ലേക്ക് കോയമ്പത്തൂർ ഷൊർണൂർ മെമു വരുന്നുണ്ട്. ഈ മെമുവിനാണ് നമ്മുടെ നിലമ്പൂർക്ക് നീട്ടണമെന്ന് പറയുന്നത്.
അപ്പം നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ യാത്രയിലത്തെ ലാസ്റ്റ് ലാപ്പാണ്. ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഒരു 1.5 മണിക്കൂർ എടുക്കും അങ്ങാടിപ്പുറത്തെത്താൻ. കുലുക്കല്ലൂരിലെ കട, അതിൻ്റെ ഫ്രണ്ടിൽ വരും റീറ്റെയിനിങ് വാള്. ആ വാള് വന്നു കഴിഞ്ഞാൽ പിന്നെ കടലോട്ട് പോകാൻ ഒരാൾ വീതിക്കുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാളുടെ കച്ചവടം ഏകദേശം തീരുമാനമാവും. റീറ്റെയിനിങ് വാളിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ലോങ് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയായി. അപ്പോൾ 5 ദിവസം നീണ്ടു നിന്ന നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരു സീരീസ് ഓഫ് വീഡിയോസായിട്ട് നിങ്ങൾക്ക് വരും. ഏകദേശം 6 വീഡിയോസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 6 കൂടുതലും വരാൻ സാധ്യതയുണ്ട്. 6 വീഡിയോസാണ് ഞാൻ കണക്കൂട്ടിയപ്പോൾ വരുന്നത്. 2 യാത്ര വളരെ ലോങ് വീഡിയോസ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്യണമായിട്ട് നല്ല തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. എന്തായാലും മിനിമം 6 വീഡിയോസ് ഉണ്ടാവും. അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കാണാം. 6 വീഡിയോസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി കാണും എന്നല്ല പറയാം, നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ പിന്നെ മറ്റൊരു അടിപൊളി ലോങ് യാത്രയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇവിടെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മെമ്പർഷിപ്പ് എടുക്കുക, സൂപ്പർ താങ്ക്സ് മേടിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എൻകറേജ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു ദിവസം കാണുമല്ലേ, മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുമല്ലേ. അപ്പോൾ നമുക്കെന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. So this is Binay Shankar signing off from Platform 7. See you very soon in another video. Until then, bye bye.